എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് സെമസ്റ്റർ പരീക്ഷകളാണ് ആദ്യം നടക്കുക? രണ്ടാം സെമസ്റ്റർ എക്സാം ഓർ ആറാം സെമസ്റ്റർ എക്സാം? വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം. ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് സെമസ്റ്റർ പരീക്ഷകളാണ് ആദ്യം നടക്കുക? അത് രണ്ടാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ FIUGP പരീക്ഷകളുമുണ്ട്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുമുണ്ട്. ആറാം സെമസ്റ്റർ പരീക്ഷകളാണോ ആദ്യം നടക്കുക? മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ സാധാരണഗതിയിൽ ആറാം സെമസ്റ്റർ പരീക്ഷകൾ തന്നെയാണ് ആദ്യം നടക്കുക. കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികളാണ്. ഈ വർഷം ഡിഗ്രി എന്ന പ്രോഗ്രാം കഴിഞ്ഞ് ഫർദർ സ്റ്റഡീസ്, ജോലിക്ക് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ട വിദ്യാർത്ഥികളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ കാര്യത്തിൽ ചെയ്യാറുണ്ട്. കാരണം പരീക്ഷ നടത്തണം, അതിൻ്റെ വാല്യുവേഷൻ നടത്തണം, റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, റീവാലുവേഷൻ നടത്തണം, റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, സർട്ടിഫിക്കറ്റ് അച്ചടിക്കണം, സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കണം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടുതൽ ഊന്നൽ കൊടുക്കുക. അവരുടെ കാര്യത്തിലാണ് യൂണിവേഴ്സിറ്റി കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മാർച്ച് മാസത്തിലാണ് ആറാം സെമസ്റ്റർ പരീക്ഷകൾ നടന്നത്. രണ്ടാം സെമസ്റ്റർ പരീക്ഷകളും FIUGP പരീക്ഷകളൊക്കെ നടന്നത് ഏപ്രിൽ മാസത്തിലാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ ഏത് സെമസ്റ്റർ പരീക്ഷകളാണ് ആദ്യം നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തന്നെയാണ്. മാർച്ച് മാസത്തെ തന്നെ പരീക്ഷകളുമാണ്. അതെ, മാർച്ച് മാസം 13 മുതൽ പരീക്ഷകൾ ആരംഭിക്കുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മാർച്ച് മാസം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ട് മാർച്ച് മാസം 13-ാം തീയതി മുതലാണ്. ഇപ്പോൾ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു. 250 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി മാസം 2 വരെയും രജിസ്റ്റർ ചെയ്യാം. അധികം ദിവസമൊന്നുമില്ല, രജിസ്റ്റർ ചെയ്തോളൂ. FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഫെബ്രുവരി മാസം 2-ാം തീയതി വരെ 250 രൂപ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ് ആദ്യം നടക്കുക മാർച്ച് മാസം 13-ാം തീയതി പരീക്ഷകൾ ആരംഭിക്കുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിശദീകരണം നൽകി വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ശ്രദ്ധയപ്പെടുന്നു. അപ്പോൾ പുതിരമേ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. ഏത് സെമസ്റ്റർ പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് വെച്ചാൽ ആറാം സെമസ്റ്റർ പരീക്ഷയാണ്, അതിനുശേഷം രണ്ടാം സെമസ്റ്ററും ഒപ്പം തന്നെ, അല്ലെങ്കിൽ ശേഷം 4-ാം സെമസ്റ്റർ പരീക്ഷ നടക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിൽ വരയ്ക്കാം. അപ്പോൾ പുതിരമേ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ സ്ക്രിപ്റ്റ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.